ഹലോ കൂട്ടുകാരെ. അങ്ങനെ സൺഡേ ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വീഞ്ഞത്തുള്ള കടൽ എന്ന റെസ്റ്റോറൻറ്റിൻ്റെ എന്താ പറയുക ഒരു ആഡ് കണ്ടു. അപ്പം പോയി കഴിച്ചാലോ. സാധാരണ ഈ വീഞ്ഞത്തുള്ള ഹോട്ടൽസിലൊക്കെ രാത്രിയാണ് ഇങ്ങനെ മീനിൻ്റെയൊക്കെ സീ ഫുഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കാണുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ പോകാമോ എന്ന് ചുമ്മാ ഹസ്ബൻഡോട് ചോദിച്ചപ്പോൾ ഓക്കെ റെഡി പോയി കഴിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല. ചോറെല്ലാം വെച്ചിരുന്ന അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി, മീനെല്ലാം കറി വെക്കാൻ പുറത്ത് വെച്ചിരുന്ന എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി പൂട്ടി പിള്ളേരെയും പറക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ വീഞ്ഞത്തോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് അടുത്താണ് വീഞ്ഞം. അങ്ങനെ വിഴിഞ്ഞം ഹാർബർ റോഡ് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് അങ്ങനെ പോവുകയാണ് കൂട്ടുകാരെ. നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നെ നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സൺഡേ അങ്ങനെ വീണ് കിട്ടിയ സുദിനം പോലെ ഞാൻ അടുക്കളയെല്ലാം പൂട്ടിക്കെട്ടിയിട്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ ധൃതി പിടിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇവരൊന്നും ഇറങ്ങത്തില്ലെന്നേ. താമസിക്കും തോറും അടുക്കളയിൽ ഞാൻ കയറേണ്ടി വരത്തില്ലേ, അതിൻ്റെ ടെൻഷൻ കാരണം ഞാൻ അവിടെ കിടന്ന് നിലവിളിയായിരുന്നു. അങ്ങനെ പോയപ്പോൾ കടൽ മുന്നിൽ കണ്ട്. അപ്പം തന്നെ എനിക്ക് കടൽ എത്ര കണ്ടാലും മതിയാവില്ല. അയ്യോ, അതങ്ങനെയാണല്ലോ, കടലും ആനയൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. ഹസ്ബൻഡ് മുമ്പൊക്കെ പോയിട്ടുണ്ട്. കോവളത്ത് ഒക്കെ പോയി കഴിച്ചിട്ടുണ്ട്. പക്ഷെ വിഴിഞ്ഞം ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ പോയപ്പോൾ വേറെ എവിടെയോ എത്തിപ്പെട്ട ഒരു പ്രതീതി പോലെ തോന്നി. കാരണം ഫുൾ ഹോട്ടൽസാണ്, ഫുൾ സീ ഫുഡാണ്, നോൺ വെജിൻ്റെ മണവും ഒക്കെയാണ്. പക്ഷെ എല്ലാ ഹോട്ടൽസും അടഞ്ഞു കിടക്കുവാണ്. അത് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. അത് ഇനി അവിടെ രാത്രിയായിരിക്കും ചിലപ്പം എല്ലാം ഓപ്പൺ ആവുന്നതെന്ന് തോന്നുന്നു. അവിടെ രാത്രി വെളുക്ക ഫുഡുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ പതുക്കെയൊക്കെ പോയി. പിന്നെ അവിടെ വേറെ ഉസ്താദ് അങ്ങനെ ഒത്തിരി മാലിക് എന്നൊക്കെ പറഞ്ഞ ഹോട്ടലുണ്ട് കേട്ടോ. അത് നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ ഹോട്ടലിനെയും ഫ്രണ്ടിൽ ഇതുപോലെ ആടുകൾ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഏതോ ഒരു മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ അധോലോകത്തെത്തിയ ഒരു ഫീല് പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അവിടെ എന്തോ ക്രിക്കറ്റ് ടൂർണമെൻ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയി ഞങ്ങൾ ഈ കടലെന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ ഗൂഗിൾ ഞങ്ങൾ അവിടെ കൊണ്ട് എത്തിച്ചു കേട്ടോ. സമാധാനമായി. എന്നുവെച്ചാൽ അത് ഓപ്പണാണ്. ബാക്കി അവിടെ വേറെ ഒരു റെസ്റ്റോറൻറ്റും ഓപ്പണായിട്ട് ഞാൻ കണ്ടില്ല. അതെന്താണോ എന്തോ. അപ്പം എന്തായാലും കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ 12:30 ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുന്നത്. ഉച്ചയ്ക്ക് 12:30 അത് തുറക്കുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് ചെന്നപ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നു. കടലിൻ്റെ വ്യൂ ആണ് സൂപ്പർ കേട്ടോ. അത് കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ എയിമായിരുന്നത്. പിന്നെ എന്താ പറയുക, അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. മുടിയാണ് പ്രശ്നം, മുടി മര്യാദയ്ക്കിരിക്കില്ല. എന്നാൽ ഞാൻ ഓർത്തുമില്ല. നന്നായിട്ട് ഹെയർ ക്ലിപ്പ് ചെയ്ത് വെച്ച് പോകാനുള്ളതായിരുന്നു. പോട്ടെ. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അവിടെ ഇരിക്കുന്ന തിട്ടപ്പുറത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, പൊള്ളുന്ന വെയിലാണ്. അങ്ങനെ പോയപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആണേ. അങ്ങനെ എല്ലാ അമ്മമാർക്കും എൻ്റെ വക മദേഴ്സ് ഡേ ആശംസകൾ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ആട്ടിൻകുട്ടി ഇങ്ങനെ പാവം അതിന് പാല് കൊടുക്കുന്ന ഒരു സീന കണ്ടപ്പോൾ എല്ലാ അമ്മമാരെയും ഞാൻ ഓർത്തു. നമ്മളും അമ്മമാരാണല്ലോ. നല്ല സന്തോഷമുള്ള സീനായിരുന്നു കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് അത് വായിക്കാനൊക്കെ. അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ, ഇവിടെ ഞണ്ട് റോസ്റ്റ് ഉണ്ട്, കണവ റോസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ. ഞാനാദ്യം വെച്ച് ബൈബിളിലെ വചനമൊക്കെ ഇങ്ങനെ മതിലിൽ എഴുതി വെച്ചേക്കില്ല, അതെങ്ങാനും ആയിരിക്കും. അങ്ങനെ കുറച്ച് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുവഴി കയറി ഇങ്ങനെ മേളിലോട്ട് വരുമ്പോഴാണ് വിശാലമായ ഒരു ടേബിളും അവിടെ കടലിൻ്റെ വ്യൂ ഒക്കെ വെച്ചിട്ടുള്ളൊരു സീറ്റ് തന്നെ നമുക്ക് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി കേട്ടോ. ഇരിക്കാൻ സീറ്റില്ലാതെ ആളുകളോട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം
നേരത്തെ വന്നത് എത്രയോ നന്നായി എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു. എന്നിട്ട് അവിടെ പറയുകയും ചെയ്തു, നിങ്ങളെയൊക്കെ ഞാൻ ധൃതി പിടിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഇപ്പം നമ്മൾ ഇരുന്ന് കഴിക്കുന്നു, ഇല്ലെങ്കിൽ നമുക്കവിടെ സീറ്റ് കിട്ടത്തില്ല. നേരത്തെ പോകണം കേട്ടോ, 12:30 ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അവിടെ പോകണം. അവിടെ ഇങ്ങനെ മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പെറോട്ട അങ്ങനത്തെയൊക്കെ മെനു എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പൈനാപ്പിൾ കിച്ചടി വന്നു, പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. മരച്ചീനി ഉണ്ടായിരുന്നു, അതായത് കപ്പ. പിന്നെ അമൂറിൻ്റെ ഒരു ഗ്രില്ല് മേടിച്ചായിരുന്നു. പിന്നെ നെയ്മീൻ ഫ്രൈ, തലക്കറി മേടിച്ചു, ചൂര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഈ അവിടുത്തെ സ്പെഷ്യൽ, ഭയങ്കര സ്പെഷ്യലെന്ന് കേട്ടത് ഈ മീൻമുട്ട യുടെ സ്പെഷ്യൽ, പിന്നെ തലക്കറി, അങ്ങനെയൊക്കെയാ. പിന്നെ കൊഞ്ച് റോസ്റ്റൊക്കെ ആളുകൾ മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയൊക്കെയാണ് മേടിച്ചത്. പിന്നെ നെയ്ച്ചോറും ഊണുമാണ് അവിടെ. വെജിറ്റേറിയൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം, അവിയൽ, ബീട്രൂട്ട് അങ്ങനത്തെയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഷോഗു എന്ന് പറയട്ടെ, തലക്കറിയൊക്കെ കൊള്ളത്തില്ല, മീൻ. ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും അവർ എടുത്തുകൊണ്ട് പോയായിരുന്നു, ബില്ല് ചെയ്തിട്ടില്ല അവർ. അങ്ങനെ ഒരു വിഷമമായിപ്പോയി. സാരമില്ല. പിന്നെ ബാക്കിയൊന്നും കുഴപ്പമില്ല. ഞണ്ട് റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റേറ്റ് അങ്ങനെ ഭയങ്കര കുറവൊന്നുമല്ല. കൂടുതലാണോ ചോദിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താ പറയുക, നമ്മൾ ഒരുപാട് ഇങ്ങനെ എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടായിരിക്കണം. പക്ഷേ എന്തോ ഒരു വിഷമം, ആ തലക്കറിയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട്. അതൊന്നും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്തു. കടലിൻ്റെ അവിടെയൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഒരു സൺഡേ അവിടെ മൊത്തമൊക്കെ ഇങ്ങനെ കടലിൻ്റെ അവിടെ ചെന്ന് റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട്, പിന്നെ അവിടെ ഫുൾ ആട്ടുപറ്റങ്ങളാണ് കേട്ടോ. ഇങ്ങനെ ഓണറൊന്നും ഇല്ലാതെ ഇങ്ങനെ തുറന്ന് വിട്ടേക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ള കൂട്ടുകാരെ. ടാറ്റാ ബൈ ബൈ, സീ യു.